പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെയോ നമുക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് തുറന്നു നോക്കി കഴിയുമ്പോഴായിരിക്കും അത് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, എന്തായിരിക്കും അത് എന്നറിയാനുള്ളൊരു ആകാംക്ഷ അവിടെ എപ്പോഴും അങ്ങനെ തന്നെ കാണും. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയാനുള്ള സാധ്യതയില്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ ഒട്ടും പറയാനും പോകുന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് അവരറിയാതെ അല്ലെങ്കിൽ അവരയച്ച ആ മെസ്സേജ് നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ അത് എന്താണെന്ന് വായിച്ചറിയാം എന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതിന് നമുക്ക് ഫോണിൽ ചെറിയൊരു ട്രിക്ക് മാത്രം ചെയ്താൽ മതി. ആ ട്രിക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2017 വാട്സ്ആപ്പ് ഡിലീറ്റ് ഫോർ എവ്രി വൺ ഫീച്ചർ അവതരിപ്പിച്ചത്. മെസ്സേജുകൾ അയച്ച് 2 ദിവസത്തിനുള്ളിൽ അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഈ ഫീച്ചർ ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് സഹായകരമാണ്. എന്നാൽ നമുക്ക് വരുന്ന മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തതായി കണ്ടാൽ അത് വായിക്കാൻ ആകാംക്ഷ തോന്നുന്ന ആളുകൾക്കായി അതിനുള്ള വഴിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് അതിൽ വാട്സ്ആപ്പ് ഓപ്പൺ ആക്കിയ ശേഷം വേറൊരാൾക്ക് ഡിലീറ്റഡ് മെസ്സേജ് ഫൗണ്ട് എന്നൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഇനി അത് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് എല്ലാവർക്കുമായിട്ട് ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് അയച്ച ഫോൺ എടുക്കുക, അതിൽ മെസ്സേജ് ഡിലീറ്റഡ് ആയിട്ടുണ്ടാകും, ഇതുപോലെ. ഇനി ഈ പറയുന്ന സ്റ്റെപ്സ് ചെയ്യാം. നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണും, അത് ടാപ്പ് ചെയ്യുക. ചില ആളുകളുടെ ഫോണിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നാകും, അത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം അതിൽ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഓരോരുത്തരുടെ ഫോണിനനുസരിച്ച് ചില വ്യത്യാസങ്ങൾ കാണും. അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ വരും, അത് സെലക്ട് ചെയ്യുക. വരുന്ന പേജിൽ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഓൺ ഓഫ് എന്നായിരിക്കും കിടക്കുന്നുണ്ടാവുക. പല ആളുകളുടെയും നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഓഫ് ആയിരിക്കും, അത് ഓൺ ചെയ്തിടുക. നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സാപ്പ് മെസ്സേജുകൾ ഇല്ലാതാക്കിയാലും അവയുടെ നോട്ടിഫിക്കേഷനുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് എഗെയിൻ ഞാൻ സെയിം മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനുശേഷം മെസ്സേജ് ഡിലീറ്റ് ആക്കി. ഇനി റിസീവറിന്റെ ഫോണിൽ പോയിട്ടെടുത്താൽ മെസ്സേജ് ഡിലീറ്റഡ് എന്നാകും അവിടെ കാണുക. എന്നാൽ സെറ്റിംഗ്സിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് എടുത്ത് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ പോയി നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എടുത്താൽ ഡിലീറ്റ് ചെയ്ത ആ മെസ്സേജ് അവിടെ നമുക്ക് വായിക്കാനാകും. വാട്സാപ്പിൽ ഡിലീറ്റഡ് മെസ്സേജ് എങ്ങനെയാണ് വായിക്കാമെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് എങ്ങനെയാണ് നല്ല ക്വാളിറ്റി ഉള്ള പിക്ചർ അടുത്ത ആൾക്ക് അയക്കാമെന്ന് നോക്കിയാലോ. പലപ്പോഴും നമ്മൾ ഫോട്ടോ എടുത്ത് അയക്കുമ്പോഴായിരിക്കും കാണുന്നുണ്ടാവുക, നമ്മൾ അയക്കാൻ നേരത്തെ അല്ലെങ്കിൽ അയച്ചു കഴിഞ്ഞിട്ട് ആ ഫോട്ടോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ നമുക്ക് ക്വാളിറ്റി കൂടിയ ഫോട്ടോസ് വളരെ എളുപ്പത്തിൽ അയക്കാം. അത് ഡോക്യുമെന്റ് ആയിട്ടല്ല കേട്ടോ, പലരും ഡോക്യുമെന്റ് ആയിട്ട് അയക്കാറുണ്ട്. പക്ഷെ ഡോക്യുമെന്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ഇമേജ് എന്നുള്ളത് തുറന്നു നോക്കാതെ കാണാൻ പറ്റില്ല. നമുക്ക് തുറന്നു നോക്കി തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ ക്വാളിറ്റി കൂടിയിട്ട് ആ ഇമേജ് അയക്കണമെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന വഴിയൊന്ന് പരീക്ഷിച്ച് നോക്കുക. ക്വാളിറ്റി കൂടിയിട്ടുള്ള ഇമേജസ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിന് സമീപം മുകളിൽ വലത് കോണിൽ കാണുന്ന 3 ഡോട്ടുകൾ ടാപ്പ് ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്ഷൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇതിനകത്തുള്ള സ്റ്റോറേജ് ആൻഡ് ഡേറ്റ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിൽ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും, അത് ടാപ്പ് ചെയ്യുക. ഇതിൽ 3 ഓപ്ഷനുകളാണ് നമുക്കുള്ളത്. 1 ഓട്ടോ, 2 ബെസ്റ്റ് ക്വാളിറ്റി, 3 ഡേറ്റ സേവർ. ഇതിൽ ഏറ്റവും നല്ലത് ബെസ്റ്റ് ക്വാളിറ്റി ആണ്. ബെസ്റ്റ് ക്വാളിറ്റി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് മാക്സിമം ക്വാളിറ്റിയിലായിരിക്കും അയക്കുന്നുണ്ടാവുക. നമുക്ക് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്ന് പുറത്തിറങ്ങി നമുക്ക് ഫോട്ടോ അയച്ചു നോക്കാം. നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഫോട്ടോസ് അയക്കാനായിട്ട് പറ്റും. അപ്പോൾ വാട്സാപ്പിൽ എങ്ങനെയാണ് ക്വാളിറ്റി കൂടിയിട്ടുള്ള ഇമേജസ് അയക്കുക എന്ന് മനസ്സിലായില്ലേ? വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് കാണും വരെ ബൈ.